ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കെബാനോസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യാബേജിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് ക്യാബേജിൻ്റെ റെസിപ്പി മാത്രമല്ല, ഇന്നത്തെ ഒരു മോർണിംഗ് രാവിലത്തെ ഒരു ഇതും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ക്യാബേജ് എല്ലാം അരിഞ്ഞെടുക്കണേണ്, തിന്നായിട്ട് അരിഞ്ഞെടുക്കണേണ്. അപ്പോൾ പെട്ടെന്ന് വേകാൻ വേണ്ടി തിന്നായിട്ട് അരിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് സവോള, ഒരു ഹാഫ് സവോള എടുത്തിട്ടുള്ളൂ, അത് നമ്മളതിലേക്ക് അരിഞ്ഞ് ഇടണേണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജിൻ്റെ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സവോള അതിലേക്ക് അരിഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ഇങ്ങനെ നടുക്കുന്ന് മുറിച്ചിട്ടാണ് പച്ചമുളക് ഇടുന്നത്. പച്ചമുളകും ഇട്ട് ഇനി ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ചു വെക്കാം. ഇത് ഞാൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യണേണ്. മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊരു മൂടി വെച്ചിട്ട് അടച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാനൊരു മുട്ടയും കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബേബി ടൊമാറ്റോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബേബി ടൊമാറ്റോസും ഒണിയനും ഒന്ന് കട്ട് ചെയ്തെടുക്കണേണ്. ഒണിയനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ബേബി ടൊമാറ്റോസും നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവരെല്ലാം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഓൾറെഡി. അപ്പോൾ അതിന് ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കാൻ പോകണേ. ബേബി ടൊമാറ്റോസ് എല്ലാം വലിയതായിട്ട് കുഞ്ഞു പീസ് ആക്കണില്ല, വലിയ പീസായിട്ട് തന്നെയാണ് എടുക്കുന്നത്, കാരണം കുഞ്ഞു തക്കാളി ആയതുകൊണ്ട്. അപ്പോൾ തക്കാളി എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ടൊമാറ്റോസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ക്യാബേജ് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാബേജ് സ്ലോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പുറത്ത്. എന്നിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആ സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കാണ് നമ്മൾ തക്കാളി ഇടുന്നത്. അപ്പോൾ ഇത് അധികം എരിവോട് കൂടിയല്ല ഉണ്ടാക്കണം, കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ഇതിലിടണുള്ളൂ. അപ്പോൾ അധികം എരിവ് ഇടണില്ല. പിള്ളേർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് എരിവിടാണ്ട് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് ഒണിയനൊന്ന് ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നതാണ്. തക്കാളി ഇട്ട് കൊടുത്ത് ഇനി അത് കഴിഞ്ഞ് തക്കാളിയും ഒന്ന് വഴണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്ത് വെറുതെ ചിക്കി എടുത്താൽ മതി. കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കണതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനി ജസ്റ്റ് കേറ്റിന് ഒരു സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് ഏത്തപ്പഴം അരിഞ്ഞ് ഇടുന്നതാണ്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് ആ പഴം അരിഞ്ഞ് വേഗം ഇടുന്നതാണ്. തീ കത്തിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിലേക്ക് ഞാൻ ചൂടാവുമ്പോഴേക്കും അതങ്ങനെ വേഗം കട്ട് ചെയ്തിടണേ. That's all. Bye bye. Thank you.